ഡോക്ടർ, ഈ ബ്രെയിൻ ട്യൂമർ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ചിലതൊക്കെ ക്യാൻസറുമായിട്ട് വരെ മാറുന്നുണ്ട്. എന്താണ് ആക്ച്വലി ഇതിന്റെ പ്രധാന കാരണം? നമ്മുടെ ജീവിതശൈലിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബ്രെയിൻ ട്യൂമറുകളെ രണ്ടായിട്ട് തരംതിരിക്കുക: ക്യാൻസർ ആയിട്ടുള്ളതും ക്യാൻസർ അല്ലാത്തതും. ഈ ക്യാൻസർ ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമർ ആണെങ്കിലും ക്യാൻസർ അല്ലാത്ത ബ്രെയിൻ ട്യൂമർ ആണെങ്കിലും രണ്ടും ബ്രെയിനിനുള്ളിൽ രൂപപ്പെടാനുള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് ബ്രെയിൻ സെൻസിലുള്ള ഉണ്ടാകുന്ന ജനിതക ഒരു പരിപ്രവർത്തനമാണ്. മ്യൂട്ടേഷൻസ് എന്ന് പറയും, സെല്ലുലാർ മ്യൂട്ടേഷൻസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സെല്ലുലാർ മ്യൂട്ടേഷൻസ് ഉണ്ടായാൽ തന്നെ ഇതിൽ ഒരു 5% കേസസ് മാത്രമേ ഹെറിറ്ററി ആയിട്ടെന്ന് പറയാൻ പറ്റൂ, അതായത് കുടുംബ പാരമ്പര്യമായിട്ട് കൈമാറ്റപ്പെടുന്നുള്ളൂ. ടോട്ടലായിട്ട് നമ്മൾ ബ്രെയിൻ ട്യൂമേഴ്സ് മൊത്തത്തിൽ കണക്കാക്കുകയാണെങ്കിൽ അതിലൊരു പകുതിയോളം കേസസും മെറ്റാസ്റ്റാറ്റിക് ലീഷൻസ് ആണ്. അതായത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ട് ബ്രെയിനിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വരുന്നുള്ള ബ്രെയിൻ ക്യാൻസേഴ്സ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ലങ് ക്യാൻസർ ആണ്. അപ്പോൾ ലങ് ക്യാൻസറിൻ്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. അപ്പോൾ സ്മോക്കിംഗ് കൂടുന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ്ലി ബ്രെയിൻ ക്യാൻസറിൻ്റെ റേറ്റ് നമ്മുടെ സമൂഹത്തിൽ കൂടും. അതല്ലാതെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ടോ മൊബൈലിൻ്റെ ടവർ അടുത്തുള്ളത് കൊണ്ടോ ഒന്നും ബ്രെയിൻ ട്യൂമർ കൂടുന്നതായിട്ട് ഒരു ആധികാരിക പഠനമോ തെളിവോ ഇതുവരെ ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ബ്രെയിൻ ട്യൂമർ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക ആരോഗ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. ഇപ്പോൾ MRIയും CTയും എല്ലാം അവൈലബിൾ ആണ്, സാധാരണക്കാരന് ആക്സസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് റേറ്റും കൂടിയിട്ടുണ്ട്.